ഹേ ഗായ്സ്, ഇന്ന് ഞാൻ കാണിക്കുന്ന കസ്റ്റമറിനോട് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്ന 6 ഡ്രസ്സുകളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ്. ഇതൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് കേട്ടോ. ഇതിന്റെ സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സ്കേർട്ടിൽ ചെറിയൊരു പ്രിന്റും കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്ലൗസ് വരുന്നത് ഇതാ ഈ ഒരു റോസ് കളറാണ്. പിന്നെ ഈ ഒരു ബ്ലൗസിന്റെ ബാക്കിൽ ബോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ വി നെക്കാണ് വെച്ചിട്ടുള്ളത്, ഫ്രണ്ടിൽ സ്ക്വയർ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് വൺ ഇതാണ്. ഇതൊരു സാരി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു ധാവണിയാണ്. ഈ സാരി ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്കേർട്ടിൽ താഴെയായിട്ട് 2 ലെയർ ആയിട്ട് ഈ ഒരു കസവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ കളറാണ് സ്കേർട്ട് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതാണ്. ഈ ഒരു സാരിയുടെ ബാക്കി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ധാവണിയായിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടി പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ഇതാണ്. ഫസ്റ്റ് കാണിച്ച പോലെ തന്നെയുള്ള ഒരു സ്കേർട്ടും ബ്ലൗസും ആണ് കേട്ടോ. 2 ബ്ലൗസും സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ബ്ലൗസിനുള്ള സ്ലീവ് കട്ട് ചെയ്തിട്ട് അയക്കാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ബ്ലൗസിനും. അപ്പൊ അതും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ കൂടെ വെച്ച് അയക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ ഈ ഒരു 2 ഓണം ഫ്രോക്ക് ആണ് കേട്ടോ. ഇത് 2 ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. എന്റെ ആ ഒരു ഡ്രസ്സ് പോലെ തന്നെ സെയിം ആണ്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ ഇട്ടിട്ടുള്ള പിക്കൊക്കെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഹൈലൈറ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.